ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച്. അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അപ്പോൾ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചു. പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബെർജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തിയാനെ കഴുത്തില് നമ്മളില്ലേ. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. മനസ്സാ വാചാ കർമ്മണ ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ കുഞ്ഞു പറയുന്നത്. ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ എന്ത് തെറ്റായത്? അല്ല, ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ പിടിച്ച് കുരിശി കയറ്റ കഴിവറ മക്കൾ അവിടെ ഉള്ള. ഞാൻ എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. ഇന്നലെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനു ശേഷവും അർജുന്റെ കുടുംബത്തിനെതിരെയാണ് സൈബർ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി, പോക്കർത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.